ഗുഡ് മോർണിംഗ്. നമുക്ക് പ്ലസ് വണ്ണിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതായത് പ്ലസ് വണ്ണിലെ ഫിസിക്സ് തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ഈ 9th പഠിച്ചിട്ടുള്ള പോർഷന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മിക്ക ചാപ്റ്ററുകളും 9th പഠിച്ച പോർഷന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഇതാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനകത്തിൽ ആദ്യം എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ദെൻ ഫസ്റ്റ് റെസ്റ്റ്. അപ്പം എന്താണ് റെസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഇങ്ങനെ ഓടുമ്പോൾ ഒരാളുടെ പൊസിഷൻ മാറുന്നില്ല എങ്കിൽ, ഞാനിവിടെ നിൽക്കുകയാണ്, 1 സെക്കൻഡായി ഞാനിവിടെ നിൽക്കുന്നു, 2 സെക്കൻഡിൽ ഇവിടെ നിൽക്കുന്നു, 3 സെക്കൻഡിൽ ഇവിടെ നിൽക്കുന്നു, 4 സെക്കൻഡിൽ ഇവിടെ നിൽക്കുന്നു. എൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ഞാൻ റെസ്റ്റിലാണെന്ന് പറയാം. ദെൻ റെസ്റ്റ് മീൻസ് if the position of an object does not changes with the time, then the object is said to be at rest. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം പോകുമ്പോൾ അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ മാറുന്നില്ല എങ്കിൽ അയാൾ റെസ്റ്റിലായിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ് മോഷൻ? ദെൻ മോഷൻ ഒന്നാമത്തെ സെക്കൻഡിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെ നിൽക്കുന്നു, മൂന്നാമത്തെ സെക്കൻഡിൽ ഇവിടെ നിൽക്കുന്നു. ദെൻ the position of the object continuously changing with the time, then the object is said to be in motion. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് തുടർച്ചയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് മോഷനിൽ ആണെന്ന് പറയാം. ദെൻ മോഷൻ മീൻസ് ഇഫ് ദി പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് ടൈം, ദെൻ ദി ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഇതാണ് റെസ്റ്റും മോഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് പൊസിഷൻ മാറിയില്ലെങ്കിൽ റെസ്റ്റ്, പൊസിഷൻ മാറിയാൽ മോഷൻ. ഇനിയും മോഷനും റെസ്റ്റും റിലേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് മീൻസ് ആപേക്ഷികം, അല്ലേ? അതായത് ഒരാൾക്ക് റെസ്റ്റ് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മോഷനിൽ എന്ന് തോന്നാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഞാനിപ്പോൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കുകയാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാനുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് റെസ്റ്റിലാണ്. എന്നാൽ ബസ്സിന് പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോൾ, ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ഫ്രണ്ടും ബസ്സിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇല്ലേ? അപ്പോൾ അയാൾ നോക്കുമ്പോൾ ആദ്യം ബസ് അയാളുടെ അടുത്താണ്, പിന്നെ ചില ദൂരം കൂടി, അല്പം പിന്നെ വീണ്ടും ദൂരം കൂടി, ഇങ്ങനെ പോവാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബസ്സിന് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ രണ്ടുപേരും മോഷനിലാണെന്ന് ഫീൽ ചെയ്യും, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒരാൾക്ക് റെസ്റ്റിലും ഇരിക്കാം, മോഷനിലും ഇരിക്കാം. എന്ന് പറഞ്ഞാൽ റെസ്റ്റും മോഷനും ഒക്കെ റിലേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാനുമായി റിലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് റെസ്റ്റിലാണ്, എന്നാൽ ഒരു ബസ്സിന് വെളിയിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഞാനും ഫ്രണ്ടും മോഷനിലാണ്, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ പശുവിൻ്റെ മുകളിൽ കാക്കയൊക്കെ വന്നിരിക്കുന്നത്, അല്ലേ? കാക്ക വന്നിരിക്കുമ്പോൾ കാക്ക പശുവുമായി റിലേറ്റ് ചെയ്യുമ്പോൾ റെസ്റ്റിലാണ്. എന്നാൽ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ പശു മൂവ് ചെയ്യുന്നു, അതിന് മുകളിലിരിക്കുന്ന കാക്കയും മൂവ് ചെയ്യുന്നു. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അപേക്ഷിച്ച് കാക്കയും പശുവും മോഷനിലാണ്. എന്നാൽ പശുവിനെ അപേക്ഷിച്ച് കാക്ക റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റും മോഷനും ഒക്കെ റിലേറ്റീവ് ആണ്. ഒരാൾ നോക്കുമ്പോൾ റെസ്റ്റ് എന്ന് തോന്നാം, മറ്റൊരാൾ നോക്കുമ്പോൾ അത് മോഷനിൽ എന്ന് തോന്നാം. ഇപ്പം തന്നെ ഞാനിവിടെ റെസ്റ്റിലിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് റെസ്റ്റിലിരിക്കുന്നു, ഇല്ലേ? നിങ്ങളുടെ പൊസിഷൻ മാറുന്നില്ല. എന്നാൽ ഇത് മൂണിൽ നിന്ന് ഒരാൾ നോക്കുന്നു. മൂണിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാം എർത്തിലാണ്, എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികളും ഒരു ടീച്ചറും കൂടെ എർത്തിലിരുന്ന് ഇങ്ങനെ കറങ്ങി പോകുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മൂണിൽ ഇരുന്ന് നോക്കുന്ന ഒരാൾ നമ്മളെല്ലാം മോഷനിലാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ മാറുന്നില്ല.
ഇത് തന്നെയാണ് പറഞ്ഞത്. മോഷനും റെസ്റ്റും ഒക്കെ റിലേറ്റീവാണ്. ഒരാളുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ മോഷനിലാകാം അല്ലെങ്കിൽ റെസ്റ്റിലാകാം. പാത്ത്. എന്താണ് പാത്ത്? ഇല്ലേ, നമ്മൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു അല്ലേ, ആ വഴിയാണ് നമ്മൾ പാത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് ഞാൻ ഒരു സെക്കൻഡിൽ ഇവിടെ നിൽക്കുകയാണ്, അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവിടെ വന്നു, അടുത്ത സെക്കൻഡിൽ ഇവിടെ വന്നു, അടുത്ത സെക്കൻഡിൽ ഇവിടെ വന്നു. ഇങ്ങനെ ഞാനിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഒരാൾ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവിടെ വന്നു, അടുത്ത സെക്കൻഡിൽ ഇവിടെ വന്നു. ഇങ്ങനെ എൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റിലും ഓരോ നിമിഷത്തിലും ഉള്ള എൻ്റെ പൊസിഷനുകളാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഓരോ ഇൻസ്റ്റന്റിലും. ദെൻ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ്. ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ്. ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ്. ഈ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ലൈൻ അല്ലേ, ഇതാണ് ഞാൻ ഇവിടെ നിന്നും ഇവിടേക്ക് വന്ന വഴി അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാത്ത്? ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡിലും അയാൾ ഇരുന്ന പൊസിഷൻസ്, അതാണ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ്. അതിനെയെല്ലാം കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ലൈനാണ് നമ്മൾ ട്രാവൽ ചെയ്ത വഴി അല്ലെങ്കിൽ പാത്ത്. അപ്പം പാത്ത് മീൻസ് ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണെന്നാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത ഒരു സ്ഥലത്തിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തു, ഇത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയും. എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരാൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഈ സ്ഥലത്ത് നിന്നും ഇങ്ങനെ നടന്ന് ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു അല്ലേ. ദെൻ ദിസ് ഈസ് ദി പാത്ത് ഓഫ് ദിസ് ഒബ്ജക്റ്റ്. ഇതാണ് അയാൾ ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് ഓഫ് ദിസ് പാത്ത്, that is known as distance traveled. Then distance traveled means it is the length of the total path traveled by an object. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിന്റെ ആകെ നീളം, that is known as distance traveled. ഇല്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തിലേക്ക് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ വഴിയിലൊക്കെ പോയി, ആ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ആ വഴിയുടെ നീളം, ലെങ്ത് ഓഫ് ദാറ്റ് പാത്ത്, that is known as distance traveled by that object. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന വഴിയുടെ നീളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും കുറയത്തില്ല അല്ലേ. നമ്മളിപ്പോൾ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് തിരിച്ച് വേറെ ഒരു വഴിയിൽ കൂടെ എയിൽ വന്നു, അപ്പോൾ വീണ്ടും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും ഇൻക്രീസ് ചെയ്യും, ഒരിക്കലും ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിക്രീസ് ചെയ്യത്തില്ല. ഡിസ്റ്റൻസ് ട്രാവലിന് ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോയാലും ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടിക്കൊണ്ടിരിക്കും. ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. ഇനിയും വരുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല. എങ്ങോട്ട് പോയി എന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ല, പോകുമ്പോൾ ഇങ്ങനെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. SI യൂണിറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ, സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മീറ്റർ ഉണ്ട്, METR. അപ്പോൾ അതെന്താണ് മീറ്റർ? തെറ്റി നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുള്ളതാണ്.
അതായത് ഈ മീറ്ററും ഈ മീറ്റർ METER മീറ്റർ എടുക്കുന്നത് നമ്മൾ മെഷറിംഗ് ഡിവൈസിൻ്റെ കേസിലാണ്, അല്ലേ? ഇപ്പോൾ സ്പീഡോമീറ്റർ, വോൾട്ട്മീറ്റർ, അതെല്ലാം ഈ മീറ്ററാണ്. ഈ മീറ്റർ METER മീറ്റർ, ഇതാണ് ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ലെങ്തിൻ്റെയൊക്കെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററാണ് ഓഡോമീറ്റർ. ദെൻ ഓഡോമീറ്റർ, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഓഡോമീറ്റർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ്. നോക്കാം. ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്നു, അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ട്രാവൽ ചെയ്ത ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്നു. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് ഒബ്ജക്റ്റ്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇയാൾ എയിലല്ല ഇരുന്നേ. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവൻ ബിയിലിരിക്കുന്നു, അല്ലേ? ആദ്യം എയിൽ ആൾ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ബിയിൽ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അയാളുടെ പ്ലേസ് മാറി, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ്, അല്ലേ? ദെൻ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലേ? അതായത് ഇവിടെ ഇരുന്ന ആള് പ്ലേസ് മാറി ഇവിടെ വന്നു, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി അയാൾ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അല്ലേ? ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ നേരിട്ട് ഇങ്ങനെ ഒരു വഴി കാണില്ല, അല്ലേ? ഇവിടെ പല വീടുകളും മറ്റും കാണും. നമ്മളപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഒരാൾ ഇങ്ങനെ നടന്നു, അതായത് ഏകദേശം ഒരു 5 കിലോമീറ്റർ അയാൾ ട്രാവൽ ചെയ്തു. പക്ഷെ അയാൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോൾ ഒരു 3 കിലോമീറ്ററേ ആയി കാണത്തുള്ളൂ, അല്ലേ? അപ്പോൾ കാരണം എന്താണ്? അയാൾക്ക് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നേരിട്ടൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. ഒരു വഴിയിലൂടെ കറങ്ങിയല്ലേ നമ്മൾ വരുന്നത് സാധാരണ, അല്ലേ? അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ വല്ലതും ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ എത്താം, അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനെ നടന്ന് റോഡിലൂടെ കറങ്ങിയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 3 കിലോമീറ്റർ ആണ്. അതിനുവേണ്ടി അയാൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഒരാളെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, അല്ലേ? അതായത് ഈ ഡയറക്ഷനിലേക്ക് അയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റും മീറ്റർ തന്നെയാണ്. SI യൂണിറ്റ് മീറ്റർ, സ്മോൾ ലെറ്റർ M. ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് അല്പം കൂടെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതായത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. അതായത് ഒരു നമ്പർ ലൈൻ ഇവിടെ വരച്ചിരിക്കുകയാണ്, O അല്ലെങ്കിൽ 0 ആണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് വെക്കുക. ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുകയാണ്. അയാൾ നിൽക്കുന്ന പൊസിഷൻ ഞാൻ 0 എന്ന് മാർക്ക് ചെയ്തു, അല്ലേ? ഇവിടെ ഒരു ബസ് വന്ന് നിന്നു, അല്ലേ? നമുക്കറിയാം ചിലപ്പോൾ ബസ്സൊന്നും ചിലപ്പം കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ നിർത്തണമെന്നില്ല, അല്പം നീക്കിയൊക്കെ ആയിരിക്കും നിർത്തുന്നത്, അല്ലേ? അപ്പോൾ ഒരു 1 മീറ്ററിൽ ഇവിടെ ബസ് വന്ന് നിന്നു. അപ്പോൾ അയാൾ ഓടി ഇവിടെ വന്നു, അല്ലേ? അപ്പോൾ അയാൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ. 1 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റും 1 മീറ്റർ തന്നെയാണ്. അതായത് 0-ൽ ഇരുന്ന ആള് 1 മീറ്ററിൽ വന്നു. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ആണ് അയാൾക്കുണ്ടായത്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും 1 മീറ്റർ, അല്ലേ? ഇയാൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബസ് വിട്ട് വീണ്ടും പോയി, അല്ലേ? ബസ് പോയി. അപ്പോൾ അയാൾ തിരിച്ച് വീണ്ടും ഇവിടെ 0-ൽ തിരിച്ചു വന്നു, അല്ലേ? അപ്പോൾ അങ്ങോട്ടൊരു മീറ്റർ ട്രാവൽ ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ടൊരു മീറ്റർ ട്രാവൽ ചെയ്തു, അല്ലേ? അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 മീറ്റർ. എന്നാൽ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്?
പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആദ്യം ഇയാൾ ഇവിടെ നിൽപ്പുണ്ട്, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ദെൻ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ അയാൾ ഇനിഷ്യൽ പൊസിഷനിൽ തന്നെ തിരിച്ചു വന്നുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ അല്ലേ. അടുത്ത ബസ് ഇപ്പുറത്താണ് വന്ന് നിന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു ഒറിജിൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് ഈ ബസ് ഇവിടെ വന്ന് നിന്നപ്പോൾ അയാൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇയാളുടെ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഇയാളുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇപ്പോൾ എത്രയാണ്? അങ്ങോട്ട് 1 മീറ്റർ, ഇങ്ങോട്ട് 1 മീറ്റർ, 2 മീറ്റർ, വീണ്ടും ഇങ്ങോട്ടും 1 മീറ്റർ ഇല്ലേ. അപ്പോൾ മുഴുവൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് 3 മീറ്റർ ആയി. 3 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് ആദ്യം ഇവിടെ നിന്നു, ഇപ്പോൾ ഇവിടെ നിന്നു. ഈ -1 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. -1 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഈ ബസ്സും അയാൾക്ക് കിട്ടിയില്ല. അയാള് തിരിച്ചു വീണ്ടും ബസ് സ്റ്റോപ്പിൽ കറക്റ്റ് ആയിട്ട് പോയി നിന്നു. വീണ്ടും അയാൾ ഒറിജിനിൽ ചെന്ന് നിന്നു അല്ലെ. ദെൻ അങ്ങോട്ടൊരു മീറ്റർ ട്രാവൽ ചെയ്തു, ഇങ്ങോട്ടൊരു മീറ്റർ ട്രാവൽ ചെയ്തു, 2 മീറ്റർ, പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊരു മീറ്റർ ട്രാവൽ ചെയ്തു, 3 മീറ്റർ, തിരിച്ചവിടെ ചെന്നു, വീണ്ടും ഒരു മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് 4 മീറ്റർ ആണ്. ദെൻ 4 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റോ വീണ്ടും 0 ആയി ഇല്ലേ. ഒറിജിനിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെന്റും, ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. 1 2 3 4 അല്ലേ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അതുപോലെ തന്നെ അത് കൂടാം കുറയാം. അതായത് റൈറ്റിലേക്ക് പോയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടിയെങ്കിൽ ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ലെഫ്റ്റ് ഇതൊക്കെ ഡയറക്ഷൻസ് ആണ് ഇല്ലേ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പം ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രം, ഇപ്പോൾ 5 മീറ്റർ അങ്ങനെ ആ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. നമുക്കിനി അടുത്തൊരു ചാപ്റ്റർ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയാം. ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട്. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡിസ്റ്റൻസ് ട്രാവൽ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇല്ലേ. കാരണം എന്താണ്? ഒരിക്കലും ഡിസ്റ്റൻസ് ട്രാവൽഡ് നെഗറ്റീവ് ആകത്തില്ല. നമ്മൾ മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കി. ദെൻ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് തൊട്ടു മുമ്പുള്ള എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകും അല്ലേ. ദെൻ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് or 0. It can be positive, negative or 0. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് to possess only magnitude. Then only magnitude. Then ഡിസ്പ്ലേസ്മെന്റോ? തൊട്ടു മുമ്പുള്ള എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റിലേക്ക് പോയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടി, ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ് 0 ആയി, വീണ്ടും ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയി ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഇല്ലേ. 1 2 ഇതൊക്കെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ, ഡൗൺവേർഡ് ഡയറക്ഷൻ, ടുവേഴ്സ് നോർത്ത്, സൗത്ത് ഇതൊക്കെ എന്താണ്? ഡയറക്ഷൻസ് ആണ് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പൊസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് എന്തിന്? ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോർത്ത് പോയിന്റ്, നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിളിൽ നോക്കിയാണ്. ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും
ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ അറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടുതലും ഡിസ്പ്ലേസ്മെന്റ് എന്താണ് കുറവാണ്. ഇനി നിങ്ങൾ ഈ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്തതെന്ന് വെക്കുക. നിങ്ങളൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നേരെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവൽഡും ഈക്വലായി അല്ലേ? അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആകാം, പക്ഷെ ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാകത്തില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ അപ്പോൾ നമുക്ക് ഫോർത്ത് പോയിന്റ് എഴുതാം. ഇതൊന്ന് തിരിച്ചെഴുതിയാൽ മതി. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡിനേക്കാളും എപ്പോഴും കുറവായിരിക്കാം, വേണമെങ്കിൽ ഈക്വൽ ആവാം. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്നും ബിയിലേക്ക് സ്ട്രൈറ്റ് ലൈനിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.